ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഒരു മലയാളി പിടിയിലായി. കൊച്ചി മൂവാറ്റുപുഴ സ്വദേശി സയ്യിദ് മുഹമ്മദ് ആദിൽ എന്ന യുവാവാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയായിരുന്നു കേരള പോലീസ്. ഇയാൾ ചെയ്ത കുറ്റം സമൂഹ മാധ്യമങ്ങളിലൂടെ IS എന്ന ഭീകര സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ആ സംഘടനയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, IS എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ചുരുക്കപ്പേരാണ് IS. ആ ഭീകര സംഘടന സിറിയയിലും ഇറാഖിലും ഒക്കെ എന്തൊക്കെ പൈശാചിക കൃത്യങ്ങളാണ് ചെയ്തു കൂട്ടിയതെന്ന് നമുക്കറിയാം. ആ സംഘടനയെ നമ്മുടെ UN അടക്കമുള്ളവർ നിരോധിച്ചിട്ടുണ്ട്, ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട്. ആ സംഘടനയ്ക്ക് ഇങ്ങ് കൊച്ചു കേരളത്തിൽ വലിയ വേരോട്ടമുണ്ടായിരുന്നു. ആ ഒരു ചെറിയ കാലത്തേക്കെങ്കിലും നല്ല ശക്തമായ പ്രവർത്തനമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈ കൊച്ചു കേരളത്തിൽ നിന്ന് വിദ്യാസമ്പന്നരായ പലരും, അത് ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല, പരമത വിശ്വാസികൾ, അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ വരെ ഈ ആശയങ്ങളിൽ ആകൃഷ്ടരായി മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് സിറിയയിലേക്കും മറ്റും ഈ വിശുദ്ധ യുദ്ധത്തിന്, ജിഹാദിന് പോയ കഥകളും ചരിത്രവും നമുക്കറിയാം. അങ്ങനെ ഇപ്പോൾ അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന കുറച്ചു പേരെ നമുക്കറിയാം. അതിലൊരാൾ തിരുവനന്തപുരം സ്വദേശിയാണ് നിമിഷ അഥവാ ഫാത്തിമ എന്ന യുവതി. ഒരു ദന്തൽ ഡോക്ടറാണ് ഈ പെൺകുട്ടി. ഇരിക്കട്ടെ, ആദിൽ മുഹമ്മദിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ആദിൽ മുഹമ്മദ് സൗദി അറേബ്യയിലായിരുന്നു. ഏതാണ്ട് 2025 ഫെബ്രുവരിയിൽ തന്നെ പോലീസ് ഇതിനെതിരെ FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ ആദിലിൻ്റെ ഇവിടുത്തെ നിരവധി കൂട്ടാളികളെ ATS അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അവരെ പിടികൂടി ചോദ്യം ചെയ്തു, ജയിലിലടച്ചു. എന്നാൽ അന്ന് ഈ ആദിലിനെ പിടികൂടാൻ സാധിച്ചില്ല. ഇയാൾ സൗദിയിലായിരുന്നു. അവിടെ ചെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും സൗദിയിൽ നിന്ന് അവിടെ താമസിക്കാൻ കഴിയാത്തവണ്ണം ഇയാൾക്കെതിരായ നിയമ നടപടികൾ കടുപ്പിക്കുകയും ചെയ്തത്. ATSൻ്റെ പ്രവൃത്തികൾ ഫലം കണ്ടു. ഇയാൾക്ക് സൗദിയിൽ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെയാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഇയാൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത്. നേരത്തെ തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നതിനാൽ വലിയതുറ പോലീസ് അവിടെ എത്തുകയും വളരെ പെട്ടെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് ATSന് കൈമാറുകയും ചെയ്തു. ഇപ്പോൾ ATSൻ്റെ കൊച്ചി കേന്ദ്രത്തിൽ ആദിലിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആദിലിൽ നിന്ന് പല ഞെട്ടിക്കുന്ന വിവരങ്ങളും ATSന് ലഭിച്ചു എന്നാണ് അറിയുന്നത്. കേരളത്തിൽ ആദിലിൻ്റെ ശൃംഖല ചെയിൻ വളരെ വലുതാണ്, വിപുലമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായവരെയും ആദിലിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, എങ്കിലേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. നമുക്കറിയാം, ISുമായി ബന്ധപ്പെട്ട്, അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ കേരളത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങ് ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്ന് ബംഗാളിലെത്തി അവിടെ നിന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായിട്ട് കേരളത്തിലെത്തി കാസർഗോഡ് താമസിച്ചിരുന്ന വ്യക്തി അൽ ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കമാൻഡറായിരുന്നു. അങ്ങനെ ഒരാൾ പിടിയിലായ കഥ നമുക്കറിയാം. ഇക്കഴിഞ്ഞ വർഷമാണ് അത് സംഭവിച്ചത്. ഇതുപോലെ മറ്റു പലരും, മലയാളികളും മലയാളികളല്ലാത്തവരും വിദേശികളും കേരളത്തിൽ വന്ന് വളരെ സുരക്ഷിതമായി ഈ IS പ്രവർത്തനങ്ങൾ നടത്തി, അല്ലെങ്കിൽ അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ നടത്തി ഭീകരവാദം വളർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ സ്ലീപ്പർ സെല്ലുകളെ റിക്രൂട്ട് ചെയ്ത് അവരെ രഹസ്യമായി പരിശീലിപ്പിച്ച് ഒക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇവിടെ ആദിലിൽ നിന്നും നമുക്ക് അറിയേണ്ടതും അതാണ്. ATS ശ്രദ്ധ കൊടുക്കുന്നത്, ചോദ്യം ചെയ്യുന്നത് സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ്. എന്തായാലും ആദിൽ ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമാണ്. കാരണം വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ, വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കൂട്ടരാണ് ഈ IS, ഇസ്ലാമിക് സ്റ്റേറ്റ്. അതിൽ പ്രവർത്തിക്കുന്ന ഈ കൊടും കുറ്റവാളികൾ എന്ന് തന്നെ അവരെ പറയണം. മനുഷ്യത്വം ലവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത
പൈശാചിക വൃത്തി മാത്രം കൈവശമുള്ള കൊടും ക്രിമിനലുകളാണ് ഇവർ. ഈ ഭീകരന്മാർ ലോകത്തെവിടെയും അശാന്തി വിതയ്ക്കുക, ആൾക്കൂട്ടത്തെ ആക്രമിച്ച് ആ ആൾക്കൂട്ടത്തെ മുഴുവനും തീർക്കുക, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ബോംബുകൾ സ്ഥാപിച്ച് പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കുഴപ്പങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദിലിൻ്റെ അറസ്റ്റ് ATSനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ്. കാരണം കേരളത്തിൽ ഈ IS റിക്രൂട്ട്മെൻറ്റിൻ്റെ ഈ കാലത്തെ, അതായത് ഈ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയ്ക്ക് നടന്ന ഈ IS റിക്രൂട്ട്മെൻറ്റിൻ്റെ ബുദ്ധി കേന്ദ്രമാണ് ആദിൽ. ഈ മൂവാറ്റുപുഴക്കാരൻ ചെറിയ തലയൊന്നുമല്ല ഇതിനു വേണ്ടി പ്രവർത്തിപ്പിച്ചത് എന്ന് ATS തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയേറെ കാത്തിരുന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കി സൗദിയിൽ നിന്ന് ഇയാളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തത്. ATS ഇതിൻ്റെ പുറകെ വിടാതെ പിന്തുടരുകയായിരുന്നു. ഇനി ATSന് അറിയേണ്ടത് ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചാണ്. ആ സ്ലീപ്പർ സെല്ലുകളെ സംബന്ധിച്ച വിവരം ആദിലിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ATS അതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ. ആ പരിശ്രമം വിജയിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കാരണം നിരപരാധികളായ മനുഷ്യരെ ഇങ്ങനെ കൊന്നു തള്ളുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല. ആ കൊടും ക്രിമിനലുകളെ, ആ ഭീകരന്മാരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ എത്തിച്ച് ഏറ്റവും അർഹമായ ശിക്ഷ തന്നെ ഇക്കൂട്ടർക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് പൊതുവെ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും ആദിലിനെ സംബന്ധിച്ച് ഈ 2025 ഫെബ്രുവരിയിൽ രജിസ്റ്റർ ചെയ്ത FIR ഇട്ട് മുന്നോട്ട് പോയ കേസ് ഇപ്പോൾ നിരവധി മാനങ്ങൾ കടന്ന് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശത്തേക്ക് പോലും അന്വേഷണം വ്യാപിപ്പിക്കേണ്ട അവസ്ഥയിലാണ്. അതിന് ATS NIA മറ്റും സഹായം തേടിയിട്ടുമുണ്ട്. എന്തായാലും ഈ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ അവസാനിച്ചു എന്നല്ല, ആശ്വസിക്കാൻ അല്പം വകയുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ നടക്കേണ്ടതുണ്ട്. രഹസ്യമായി സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലടക്കം, ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിലടക്കം, ഇന്ത്യയുടെ പല ഭാഗത്തും ഇവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വളരെ സുരക്ഷിതരായി കഴിയുന്നു. സമയം വരുമ്പോൾ അത് ആക്റ്റീവാകും. അവർ ഉണർന്നെഴുന്നേൽക്കും, ചെയ്യാവുന്ന എല്ലാ കൊള്ളരുതായ്മകളും ചെയ്യും. ഇനി അതുകൂടി കണ്ടെത്തി നിർവീര്യമാക്കുകയാണ് ATSൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ATS. അതുകൊണ്ട് ആദിലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ATSനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയതാണ്, പ്രാധാന്യമുള്ളതാണ്. ATS വളരെ കൃത്യമായി ആദിലിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതുവരെ അറസ്റ്റിലായവരെയും ആദിലിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഇത്തരത്തിൽ ISലേക്കും മറ്റും ആകൃഷ്ടരായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. അതിനുള്ള പരിഹാരവും കണ്ടെത്തേണ്ടതാണ്. ഇത്തരം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകൾ, ഇത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി ഇല്ലാതാക്കാൻ, നിർവീര്യമാക്കാൻ ATSും കേരള പോലീസും ഒക്കെ ചെയ്തു വരുന്ന നടപടികൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. അവർ അഭിനന്ദനാർഹരുമാണ്.